ഒരു മജ്ലിസിലിരിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഇരിക്കുന്ന ആളുകളോടുള്ള ആദരവും ബഹുമാനവും നാം പ്രകടിപ്പിക്കണമെന്നാണ്. പ്രത്യേകിച്ചും ആ മജ്ലിസിൽ ലൈഫുകളുണ്ടെങ്കിൽ, അതിഥികളായ ആളുകളുണ്ടെങ്കിൽ, നേരത്തെ തന്നെ നമ്മെ കാണാത്ത, നമ്മെ കാണാനായി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമായി വന്ന ആളുകൾ ആ സദസ്സിലുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ആളുകൾ കൂടിയിരിക്കുമ്പോൾ ആ മജ്ലിസിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ തൻ്റെ മൊബൈൽ ഫോണിലേക്ക് നോക്കി ആ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളും ആ സമയത്തും യൂട്യൂബും അതേപോലെയുള്ള ഫേസ്ബുക്കും കാണാനും അവിടെ ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കാനോ അവർ പറയുന്നത് കേൾക്കാനോ അവർക്ക് മറുപടി കൊടുക്കാനോ നാം ശ്രദ്ധിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോതിരം വാങ്ങി, ഒരു മോതിരം സ്വീകരിച്ചു, എന്നിട്ട് തൻ്റെ കൈകളിലിട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ശഗലനി അൻകും ഹാദാ മുൻദുൽ യൗം ഇലൈഹി നദറ വ ഇലൈക്കും നദറ ഫറമാ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ മോതിരം ധരിച്ചതിന് ശേഷം എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അല്പം ഞാൻ നിങ്ങളെ നോക്കും, പിന്നെ ഞാൻ മോതിരത്തിലേക്ക് നോക്കും. നബിയുടെ ശ്രദ്ധ ഇലൈഹി നദറ, ഇടക്ക് മോതിരത്തിലേക്ക് നോക്കുന്നു, ഇടക്ക് നിങ്ങളെയും നോക്കുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആ മോതിരം വലിച്ചിട്ട് ഫറമാ ബിഹി, അത് വലിച്ചെറിഞ്ഞിട്ട് ആ സദസ്സിനെ ഫേസ് ചെയ്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖം മാത്രം തിരിച്ചുകൊണ്ട് പോലും സംസാരിക്കില്ല എന്നാണ്. ഫുൾ ബോഡി ആ വ്യക്തിയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. അപ്പോൾ ആ ഒരു മോതിരം പോലും പ്രവാചകന്റെ ശ്രദ്ധ അതിലേക്ക് പോയപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ആ സദസ്സിനോട് എത്രമാത്രം ബഹുമാനവും ആദരവും കാണിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല